സ്പേസ്മാൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ മൂവിയുടെ റിവ്യൂ ആണ്. 2024 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഡ്രാമ മൂവിയാണ് സ്പേസ്മാൻ എന്ന് പറയുന്നത്. സിനിമയിൽ പറഞ്ഞു വരുന്ന കാതൽ എന്ന് പറയുന്നത് ഒരു ആകാശത്തായിട്ട് ഒരു പിങ്ക് ലൈറ്റ് കാണുകയാണ്. അപ്പൊ എന്താണ് അത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങി പുറപ്പെടുന്നു. അദ്ദേഹം വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്. അപ്പോൾ അവരുടെ ഫാമിലി ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇദ്ദേഹം ഇതെല്ലാം എങ്ങനെ ഓവർകം ചെയ്യുന്നു, മാത്രവുമല്ല 6 മാസത്തോളമായി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യന് എന്തെല്ലാം ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നെല്ലാം ഈ മൂവിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ അയാൾ മറക്കാനായിട്ടും അത് ഓവർകം ചെയ്യാനായിട്ടും അദ്ദേഹം പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ കാര്യത്തിനോ എന്താണ് അയാൾ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ മൂവി മെയിൻ ആയിട്ട് ചർച്ച ചെയ്തു പോകുന്നത്. മാത്രവുമല്ല ഇദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫും അത്ര നല്ല രീതിയിലായിരിക്കുന്നില്ല പോകുന്നത്. കാരണം ഇദ്ദേഹം ജോലിയിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അറിയാമല്ലോ, അത്തരത്തിലുള്ള ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെല്ലാം ഈ മൂവിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു ഇല്യൂഷൻ ആയിട്ട് അവിടെ ഒരു ജീവി കൂടി കടന്നു വരികയാണ്. നമുക്ക് ഒരു സ്റ്റേജിൽ വരെ ഈ ജീവി ശരിക്കുള്ളതാണോ അതൊരു ഏലിയൻ ആണോ എന്ന് നമുക്കൊരു ഡൗട്ട് വരും. അത് പിന്നീടാണ് നമുക്ക് സിനിമ എന്റെ എത്തുന്ന സമയത്താണ് നമുക്ക് ഇത് എന്താണ് എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തില് ഇത് നമ്മൾ കാഴ്ചക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടു തന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ജീവി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സങ്കല്പിക്കാം എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ മെന്റൽ ഹെൽത്തിന്റെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു റോൾ പോലെയാണ് ആ ഒരു സ്പേസ് ജീവിയെ നമുക്ക് പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മൂവി അത്ര വലിയൊരു ടോപ്പ് 10 അങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്ന ഒരു മൂവിയല്ല. ഒരുപാട് കുറവുകളുണ്ട്. മാത്രവുമല്ല ഇതൊരു നോവലിനെ ബേസ് ചെയ്തെടുത്തൊരു മൂവിയാണ്. അപ്പൊ അതിൽ നമുക്ക് അറിയാമല്ലോ നമുക്ക് എത്രമാത്രം ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് അതിൽ കൊണ്ടുവരുന്നതിനൊരു പരിധിയുണ്ട്. കാരണം യഥാർത്ഥ ഒരു നോവലിനെ ബേസ് ചെയ്തെടുത്തൊരു മൂവിയാണല്ലോ. അപ്പൊ മെയിൻ കാതൽ എന്ന് പറയുന്നത് ഈ നോവലിന്റെ ഒക്കെ തന്നെയാണ്. പിന്നീട് നമുക്കിതിൽ ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി അങ്ങനെ എക്സ്ട്രാ നമുക്ക് വാവായിട്ട് ലാസ്റ്റ് കുറച്ച് ഭാഗങ്ങളെല്ലാം നമുക്ക് കാണുന്ന സമയത്ത് നമുക്കത് ഒത്തിരി നമുക്കത് ഇഷ്ടപ്പെടും. എനിക്ക് അങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒന്നും ഭയങ്കര സ്ലോ ആയിട്ടാണ് മൂവി പോകുന്നതെങ്കിൽ ലാസ്റ്റ് അതിന്റെ ഒരു ടെയിൽ എൻഡ് നമുക്ക് ഉണ്ടാവുമല്ലോ, ക്ലൈമാക്സ് സീനൊക്കെ വേറൊരു തലത്തിലേക്ക് നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുകയാണ്. നമ്മൾ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ ഒക്കെ കണ്ടിട്ടില്ല, ആ ഒരു റേഞ്ചിക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് ഇവര് നമ്മളെ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സ്റ്റോറി നിങ്ങൾക്ക് കേൾക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. ഞാനത് സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. ഏലിയൻ ആയിട്ട് വരുന്ന ആ ജീവിയുടെ ചില സമയത്തുള്ള ആ ടോണൊക്കെ നമുക്ക് ആ മൂവിന്റെ ഉള്ളിലേക്ക് നമ്മളെ ഡെപ്തിലേക്ക് അവര് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ഔട്ട് ഓഫ് 5 3.5 ആണ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, നിങ്ങൾ കയറി കണ്ടോളൂ. അല്ല ഇതിന്റെ കാണാൻ ടൈം ഇല്ല, അതിന്റെ സ്റ്റോറി കേൾക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ പറയൂ, ഞാൻ ഇതിന്റെ സ്റ്റോറി ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ